ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജിയിലേക്ക് ഹാർദവമായ സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. ഇന്ന് ഈ വീഡിയോയിലൂടെ നെക്സ്റ്റ് ഒരു 1 ഇയർ, ഒരു 2025 2026, ഒരു 10 മുതൽ 12 മാസം വരെ നിങ്ങളുടെ പീരീഡ് എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് ആ വർഷം, ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സമയം വളരെയധികം നല്ലതാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് അതിൽ കൂടുതൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് ചെറിയ ഒരു മോശം സമയമാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചസ് ഓവർകം ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രകാരം ആക്ട് ചെയ്ത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യം കൃത്യമായി നോക്കാൻ പോകുന്നത്. ഈ അനാലിസിസ് ഞാൻ തരുന്നത് ക്ലിയർ ഇൻസൈറ്റ്സ് എല്ലാ രാശിക്കാർക്കും, ഓരോരോ രാശിക്കാർക്കും വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ആരോഗ്യം, വിവാഹം, കുട്ടികൾ, ഇത് എല്ലാം വെച്ചിട്ട് കൃത്യമായ ഒരു അനാലിസിസ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പീരീഡ് വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. പക്ഷേ എന്താണ് ഈ വർഷത്തിൻ്റെ ഇമ്പോർട്ടൻസ്, അതുകൂടെ നമ്മൾ നോക്കണമല്ലോ. ഈ വർഷം 4 ഗ്രഹങ്ങൾ, അതായത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള 4 ഗ്രഹങ്ങളാണ് സ്ഥാനമാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ 9 ഗ്രഹങ്ങൾ എടുക്കാം. 9 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത് ഗുരു അല്ലെങ്കിൽ വ്യാഴം, ശനി, പിന്നെ രാഹു, കേതു. ഈ 4 നക്ഷത്രങ്ങളാണ്, 4 ഗ്രഹങ്ങളാണ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു വർഷത്തിലൊരിക്കൽ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് പോകും. അതായത് നമ്മൾ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഗുരു ഇരിക്കുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്, ഒരു രാശി. ആ രാശിയിൽ നിന്ന് ചലിച്ച് വേറൊരു രാശിയിലേക്ക് പോകും. അതേപോലെ തന്നെ ശനി 2.5 വർഷത്തിലൊരിക്കൽ, രാഹു കേതു 18 മാസത്തിലൊരിക്കൽ. ഇങ്ങനെയാണ് അവരുടെ സ്ഥാനമാറ്റ സമയം. അപ്രോക്സിമേറ്റ്ലിയാണ്. ചില 17.5 ആയിരിക്കാം, 18.5 ആയിരിക്കാം രാഹു കേതുവിന്. അപ്പോൾ അപ്രോക്സിമേറ്റ് സമയമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സൂര്യനെ വലം വെച്ച് വരാൻ ഗുരു 12 രാശികൾ, അതായത് 12 രാശികളുണ്ടല്ലോ, ഓരോ രാശിയിലും ഓരോ വർഷമാണെങ്കിൽ 12 രാശിയിൽ ചുറ്റി വരാൻ 12 വർഷം എടുക്കും, അല്ലേ? അപ്പോൾ വ്യാഴം 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴവട്ടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ ശനി നോക്കിക്കഴിഞ്ഞാൽ 30 വർഷം എടുക്കും. ഈ 2.5 വർഷം വെച്ചിട്ട് ഒരു രാശിയിൽ 30 വർഷം, 12 രാശിയിൽ. ഇപ്പോൾ അതേപോലെ രാഹു കേതു 1.5 വർഷം വെച്ചിട്ട് ഓരോ രാശിയിൽ നടക്കുമ്പോൾ 18 വർഷത്തിലൊരിക്കൽ രാഹു കേതു സൂര്യനെ വലം വെച്ച് വരും എന്നാണ് സങ്കല്പം, അല്ലേ? അപ്പോൾ ഈ ഓരോ രാശിക്കാർക്കും ഈ സ്ഥാനമാറ്റം, അതായത് ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ശനി മാർച്ച് 29-ാം തീയതി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സ്ഥാനമാറ്റമായി കഴിഞ്ഞു. നമ്മുടെ ഈ വ്യാഴം വളരെയധികം നന്മ കൊണ്ടുവരുന്ന വ്യാഴം 15 മെയ് എന്ന തീയതിക്ക് ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ്. രാഹു കേതു കുറച്ച് പ്രത്യേകതയുണ്ട്. അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടേ മൂവ് ഉള്ളൂ. അതായത് ബാക്കി എല്ലാ ഗ്രഹങ്ങളും ചിങ്ങം, കന്നി, തുലാം അല്ലെങ്കിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നും മുന്നോട്ട് പോകുമ്പോൾ കേതുവും രാഹുവും മാത്രം കർക്കിടകം, മിഥുനം എന്ന രീതിയിൽ പുറകിലോട്ടായിരിക്കും സഞ്ചരിക്കുക. അപ്പോൾ രാഹു 19-ാം തീയതി മെയ് എന്ന തീയതിയിൽ മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്കും, കേതു അതേ ദിവസം തന്നെ കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും സ്ഥാനമാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ സ്ഥാനമാറ്റം സംഭവിക്കുമ്പോൾ ഓരോ രാശിക്കാർക്കും അതിൻ്റെ ഫലങ്ങൾ എന്താണ് കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ. ഒരു 5-6 ഏരിയ എടുത്തിട്ട് അതെല്ലാവർക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങളുടെ പക്കൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ സക്സസ്സിനും അതുപോലെ നിങ്ങളുടെ വളരെയധികം കൂടുതൽ വീഡിയോ ചെയ്യാനും പ്രചോദനമാവുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓരോ രാശിക്കാരുടെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
മീനം രാശി. മീനം രാശിയിൽ പൂരൂരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി എല്ലാ പാദങ്ങളും, രേവതി എല്ലാ പാദങ്ങളും എന്നീ 3 നക്ഷത്രങ്ങളാണ് ഉള്ളത്. 2025-2026 എന്ന പീരീഡിനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ചിരിക്കേണ്ട കാലഘട്ടമാണ്. 2023 മുതൽ തന്നെ നിങ്ങളുടെ 7ര ശനി ആരംഭിച്ചു കഴിഞ്ഞു. ശനി ഇപ്പോൾ മാർച്ച് 29-ാം തീയതി നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്, മീനം രാശിയിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇത് ജന്മശനി എന്നാണ് പറയുക. ശനിയുടെ രാശികൾ നോക്കി അല്ലെങ്കിൽ ശനിയുടെ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ 2 പൊസിഷനുകളാണ് മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ തരാൻ പോകുന്നത് എന്ന് പറയാം. അത് 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ, അഷ്ടമ ശനിയായി നിൽക്കുമ്പോഴും 1-ാം ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോഴും, അതായത് ജന്മശനിയായി നിൽക്കുമ്പോഴുമാണ്. എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ? ഒന്ന്, നിങ്ങളുടെ ഉദ്യോഗത്തിൽ മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. ആ മാറ്റങ്ങൾ നല്ലതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ദീർഘദൂരത്തിൽ അല്ലെങ്കിൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ലതായി ഭവിക്കുമെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ കാലയളവിൽ അത് നല്ലതായിരിക്കാനുള്ള സാധ്യത കുറവാണ്. ശനി പിന്നെ 3-ാം ഭാവത്തിൽ നോക്കുന്നതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പവർ കുറച്ച് കുറഞ്ഞതായി കാണാം. ഇത് ഉദ്യോഗത്തിലായാലും നിങ്ങളുടെ വീട്ടിലായാലും ഇത് കുറച്ച് കുറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരായാലും അതേപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായാലും നിങ്ങളുടെ ഗുരുക്കന്മാരായാലും മാതാപിതാക്കളായാലും അവരുടെ വാക്കുകൾ കേട്ട് അവരുടെ ഉപദേശം കേട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ശനിയുടെ ദൃഷ്ടി 7-ാം ഭാവത്തിൽ വീഴുകയാണ്. 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ കളത്ര സ്ഥാനമാണ്. കളത്രം എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ്. നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലുള്ള പങ്കാളികളാവാം. ആ സമയം അവർ മൂല്യമായുള്ള പ്രശ്നങ്ങൾ, അത് നിങ്ങളുടെ ജീവിത പങ്കാളി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ശനി മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ നിങ്ങളത് പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇതൊരു ചലഞ്ചിങ് ആയ കാലഘട്ടമാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ ഓക്കെ, നമുക്കിവിടെ ഒരു വെള്ളപ്പൊക്കം വരികയാണ്. അപ്പോൾ വെള്ളപ്പൊക്കത്തിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുക? അത് നിങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. നിങ്ങളുടെ തൊഴിലിടത്തിൽ കുറച്ച് ആൾക്കാരുമായിട്ട് തർക്കങ്ങൾ അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചാടി കമ്മിറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ വീട്ടിൽ കുറച്ച് ശാന്തത പരിപാലിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നത് ഗുരു 4-ാം ഭാവത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ രാശിനാഥനാണ് ഗുരു. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങൾക്ക് 8-ലും 12-ലും 10-ലുമായിട്ടാണ് വീഴുന്നത്. അപ്പോൾ 10-ൽ വീഴുന്ന ദൃഷ്ടി കുറച്ച് നിങ്ങൾക്ക് ശനിയുടെ ദൃഷ്ടിയെ ന്യൂട്രലൈസ് ചെയ്യണം. അതായത് കുറച്ച് അത് പോസിറ്റീവ് ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയം 12-ാം ഭാവത്തിലുള്ള ഗുരുവിന്റെ ദൃഷ്ടി രാഹുവും 12-ാം ഭാവത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ചെലവുകൾ കൊണ്ടുവരാം. അതുപോലെ കുറച്ച് അലച്ചിൽ, യാത്ര മൂല്യമുള്ള അലച്ചിൽ, ഇതൊക്കെ കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. കേതു 6-ാം ഭാവത്തിലേക്ക് വരികയാണ്. അത് നല്ലതാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടാം. അതേപോലെ തന്നെ കേതു അവിടെ വന്നു കഴിഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് കേതുവിന്റെ ഫലങ്ങൾ അധികം വരാതിരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2-2.5 വർഷം അല്ലെങ്കിൽ മാക്സിമം ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഗുരു 5-ാം ഭാവത്തിലേക്ക് പോവുകയും രാഹു 11-ലും കേതു 7-ലേക്കും വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ്. പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം മീനം രാശിക്കാർക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് വളരെയധികം സമയവും റിസർച്ചും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അധികം ആവശ്യം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങളെ തേടി വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനടി റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജാതകം നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനുണ്ടെങ്കിൽ
ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, സമയം, സ്ഥലം എന്നിവ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകം മൂലമായിട്ട് നിങ്ങൾക്ക് കൃത്യമായ ഒരു മാർഗരേഖ, ഒരു വിജയമന്ത്രം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. വളരെയധികം നന്ദി. നമസ്കാരം.